നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ചായയിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും ചിലരൊക്കെ. പക്ഷെ ഒരു ചായയിൽ പല കാര്യങ്ങളുണ്ട്. ഒരു ചായയുമായിട്ടൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചായയുമായിട്ടൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ഏത് വമ്പന്മാരെ പോലും വിറപ്പിക്കാൻ കഴിയുന്ന പല തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. ഇപ്പോൾ ദാണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ.കെ. പ്രേമചന്ദ്രൻ എം.പിയെ ഒരു ചായ കുടിക്കാൻ വിളിച്ചു. ആ ചായ കൊടുക്കുന്ന ആളിനോ കുടിച്ച ആളിനോ ഇല്ലാത്ത തരത്തിലുള്ള വിഷമവും ആദിയുമാണ് അത് കേരളത്തിൽ കണ്ടുകൊണ്ടുനിന്ന ചില അന്തം കമ്മികൾക്കുണ്ടായിരിക്കുന്നത്. പ്രേമചന്ദ്രൻ എം.പിയെ ചായ കുടിക്കാൻ വിളിക്കാൻ നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. മോദിയുടെ ചായ സൽക്കാരത്തിൽ എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി പങ്കെടുത്തതിനെ ഇടതുപക്ഷ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കുകയാണ്. ഈ അവസരത്തിലാണ് നടനും സംവിധായകനുമായ ജോയി മാത്യു ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത് നരേന്ദ്രമോദി എന്തുകൊണ്ട് പ്രേമചന്ദ്രനെ വിളിച്ചു? കാര്യങ്ങൾ പഠിച്ചു മാത്രം ഉജ്ജ്വലമായിട്ട് സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന ഒരു എം പിയാണ് പ്രേമചന്ദ്രൻ. ഇതുപോലെ കേരളത്തിൽ നിന്ന് പോലുള്ള ചില എം പിമാരെയൊക്കെ ഭരണപക്ഷത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാലമുണ്ട്. നീലലോഹിതദാസൻ നാടാർ എന്ന് പറയുന്ന എം പി അതിസമർത്ഥമായിട്ട് അദ്ദേഹം ഹിന്ദിയിൽ പാർലമെന്റിൽ സംസാരിക്കുമായിരുന്നു. നമ്മുടെ ഡബിൾ.എ. റഹീമൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് പേടിപ്പിക്കുന്ന പോലൊന്നുമല്ല. നീലലോഹിതദാസൻ നാടാരുടെ ഗവേഷണ വിഷയം അദ്ദേഹം ഹിന്ദിയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ഹിന്ദിയിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുരേഷ് കുറുപ്പിനെ ഒക്കെ തന്നെ ഭരണപക്ഷം ഇഷ്ടപ്പെട്ടിട്ടുള്ള എം പിമാരിലെ ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രേമചന്ദ്രനെ കുറിച്ച് പലവട്ടം നരേന്ദ്രമോദി സഭയിലും അല്ലാതെ പൊതുവിടങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സമർത്ഥനായ എം പിയാണ് എന്ന്. അങ്ങനെയുള്ള ഒരു എം പിയെ ചായ കുടിക്കാൻ വിളിക്കാൻ നമുക്ക് ആർക്കായാലും താല്പര്യം തോന്നിപ്പോവും. അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നാണ് ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കൂടാതെ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളെന്ന് CPM പ്രവർത്തകരെ പരിഹസിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. ആ ഫേസ്ബുക്ക് പറയുന്നത് ഇങ്ങനെയാണ്, അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങൾ. പ്രധാനമന്ത്രി വിരുന്നിന് വിളിച്ചാൽ പോകേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു. കാര്യങ്ങൾ പഠിച്ചു മാത്രം അതിഗംഭീരമായി സഭയിൽ അവതരിപ്പിക്കുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്ന പ്രേമചന്ദ്രൻ എം.പിയെ ചായ കുടിക്കാൻ വിളിക്കാൻ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രേമചന്ദ്രനെ ചായ കുടിക്കാൻ ക്ഷണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോഴേക്കും അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായ പാർട്ടി അടിമകൾ പ്രേമചന്ദ്രനെ സംഘിയാക്കി. മോദി സർക്കാരിൻ്റെ വ്യക്താവായ ഗവർണറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഓണത്തിനും വിഷുവിനും ഇഫ്താറിനും ക്രിസ്മസിനുമൊക്കെ ചായയ്ക്ക് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പാർട്ടി അടിമകൾ കരുതുന്നത്. എന്തിന്? അൽഫോൻസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ചായ കൊടുത്ത മുഖ്യമന്ത്രിയുടെ മര്യാദ പോലും അണികൾക്കില്ലാതെ പോയതാണ് കഷ്ടം. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ താണു വണങ്ങി കൈകൂട്ടിപ്പിടിച്ച ആളുടെ മര്യാദയാണ് നമുക്ക് മാതൃകയാവേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നിട്ടും പ്രേമചന്ദ്രനെ സംഘിയാക്കുന്നതിൽ അടിമകളുടെ ഈ അത്യാവേശമാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. എന്നാൽ വിപ്ലവകാരിയും തൊഴിലാളി വർഗ നേതാവുമായ എളമരം കരീം BMSന്റെ കുങ്കുമം പുതച്ച വേദിയിൽ വലിഞ്ഞു കയറിയതിനെപ്പറ്റി ഒരടിമയ്ക്കും ഒന്നും മിണ്ടാനില്ല. മര്യാദയുടെ ഭാഷയും രാഷ്ട്രീയ വിയോജിപ്പും രണ്ടാണെന്ന് പാർട്ടി അണികൾ മനസ്സിലാക്കാത്തിടത്തോളം ഇവർ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായി തന്നെ തുടരും. പ്രേമചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി പോയതിൽ തെറ്റില്ലെന്നാണ്
സുധാകരനും വി ഡി സതീശനും ഒക്കെ പറഞ്ഞത്. കെ മുരളീധരൻ എം പി തന്നെ പറയുന്നുണ്ട്, എന്നെ വിളിച്ചാൽ ഞാനും പോകും. മുരളീധരൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോൾ വിളിക്കും എന്നെ എന്നും പറഞ്ഞ്. പലരുടെയും ധാരണ ഈ കെ മുരളീധരനും കെ സുധാകരനും എൻ കെ പ്രേമചന്ദ്രനും ഒക്കെ BJP-യിലേക്ക് പോകും എന്നുള്ളതാണ്. അറിയത്തില്ല, അതെങ്ങനെയെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ പറയുന്നവർ പോലും പലപ്പോഴും BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ പാർട്ടി അടിമകൾ കുറേ എണ്ണം ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, കുറേ ഊളകൾ, അങ്ങനെ തന്നെ പറയാം. ഇവരുടെയൊക്കെ എന്താണ് നീക്കമെന്ന് ചോദിച്ചാൽ 2024 എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കും. അപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി അടപടലം പൊട്ടിപ്പാളീസാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ ഭയചകിതരായിട്ടാണ് ഇപ്പോൾ പ്രേമചന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള മികച്ച പാർലമെന്റേറിയനിൽ ഒരാൾ തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ തവണ ഒരാൾ പോയല്ലോ ആലപ്പുഴയിൽ നിന്ന്. അന്ന് ഇവർ CPM പറഞ്ഞ എന്താണ്, അധികം വേണ്ട, കനൽ ഒരു തരി മതി, ആളിക്കത്തുമെന്ന്. അവിടെ പോയി സംസാരിച്ചത് മുഴുവൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് കയറി, മുഴുവൻ പൊട്ടത്തെറ്റാണ്. പിന്നെ വേറെ റഹീം ഉണ്ടല്ലോ, ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു മഹാന്മാർ ഉണ്ടല്ലോ. എന്താണ് അവിടെ ഇവരൊക്കെ ഈ ഉണ്ണാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഏത് ബില്ലും സമഗ്രമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രേമചന്ദ്രന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി വളരെ വളരെ ശ്രദ്ധയോടുകൂടി പ്രേമചന്ദ്രൻ്റെ പ്രസംഗം സഭയിൽ കേൾക്കും. പ്രേമചന്ദ്രൻ പ്രസംഗിക്കുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും മോദി ആ സമയത്ത് പാർലമെന്റിൽ തന്നെ ഉണ്ടാകും. പണ്ട് AKGയുടെ സഭയിൽ പ്രസംഗിക്കും എന്ന് ഉള്ള സമയത്ത് ജവഹർലാൽ നെഹ്റു പോലും അവിടെ ഇരിക്കുമായിരുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള MP-മാരെ അവിടെ പാർട്ടി ഭേദമൊന്നുമില്ല, അവരെ നോക്കി വെച്ച് അഭിനന്ദിക്കാനും അത് ഭംഗിയായി കേൾക്കാനും തയ്യാറാകും. ഇതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. അല്ലാതെ ആന്തോം കുന്തോം ഇല്ലാതെ കാരണഭൂത പിണറായി സിന്ദാബാദ് എന്ന് വിളിച്ചു നടക്കുന്ന കുറേ അടിമകളുണ്ടല്ലോ, റഹീമിനെ പോലുള്ള അതുപോലുള്ള ഒരാളല്ല എൻ കെ പ്രേമചന്ദ്രൻ എന്നോർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.